ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാമിനർ ഫ്ലോ ആണ്. അപ്പോൾ ലാമിനർ ഫ്ലോ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ലാമിനർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു എയർ അതിലുണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രതിഭാസമാണ്. ഇതിപ്പോൾ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒരു പാത്തിലൂടെ ഏതെങ്കിലും ഒരു പൈപ്പിലൂടെയോ മറ്റോ ഇങ്ങനെ ഒഴുകുവാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൂയിഡിൻ്റെ ഒരു ഇത് വന്നേക്കുന്നത് ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളിക്കുന്ന കാർഡില്ലേ, ചീട്ട്, അപ്പം ചീട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേന്ന് കണ്ടിട്ടില്ലേ, ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇതേപോലെയാണ് വെള്ളത്തിൻ്റെ ഫ്ലോ. പക്ഷേ ചില സമയങ്ങളിൽ ഇത് ഒരു ടർബുലൻറ്റ് ഫ്ലോയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് വേറൊരു പാത്തിലേക്ക് പോകും. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലാമിനർ ഫ്ലോ ആണ്. അപ്പോൾ ഈ ലാമിനർ ഫ്ലോ നമ്മൾ മറ്റൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ലാമിനർ ഫ്ലോ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ബലൂണിലാണ്. അതുപോലെ ഞാൻ ഒരു ഇൻസുലേഷൻ ടേപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബലൂൺ ഉണ്ടല്ലോ, ഈ ബലൂണിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വെള്ളം നിറച്ചിട്ട് വരാം. മച്ചാന്മാരെ, ഇപ്പോൾ നമ്മുടെ ബലൂണൊക്കെ അടിപൊളിയായിട്ട് ഞാൻ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിവിടുന്ന് ഇവനെ ഒന്ന് വെക്കാൻ നോക്കുകയാണേ. പക്ഷേ ഇവ നേരെ ഇരിക്കുന്നില്ല. എൻ്റെ ചിരി കണ്ടോ, കള്ളച്ചിരി കണ്ടോ. അപ്പോൾ ഇവനെ നമ്മൾ നേരെ നിർത്താനായിട്ട് ഇത് കണ്ടോ, ഒരു പ്ലേറ്റ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം പ്ലേറ്റിലോട്ട് ഇവനെ നേരെ ഒന്ന് വെച്ച് കൊടുക്കുകയാണേ. അടിപൊളി. ഇപ്പം സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമിനർ ഫ്ലോ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ ടർബുലൻറ്റ് ഫ്ലോയെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം ടർബുലൻറ്റ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ബലൂൺ കണ്ടോ. അപ്പോൾ ഈ ബലൂണിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ടുസൂചി എടുത്ത് ഇതൊന്ന് കുത്താൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് പൊട്ടും അല്ലേ. അടിപൊളി, ഇതാ പൊട്ടിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ പ്രഷറെല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതിന് പ്രഷർ പെട്ടെന്ന് റിലീസാവും. അതുകൊണ്ടാണ് ഇത് പൊട്ടുന്നത്. ഇനി ഇത് കണ്ടോ, ഒരു ഇൻസുലേഷൻ ടേപ്പ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആ ഇൻസുലേഷൻ ടേപ്പിലേക്ക് ഞാനൊന്ന് കുത്തുക. കണ്ടോ, ഇപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടോ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫ്ലോ പോയേക്കുന്നുണ്ടോ. നമ്മൾ മുട്ടുസൂചി കൊണ്ട് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പിലേക്ക് കുത്തിയപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞത് ചിതറിപ്പോയേക്കും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പം ഇവിടെയാണ് നമ്മുടെ ലാമിനർ ഫ്ലോ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പറയാൻ പോകും. അപ്പോൾ അതേ നമ്മുടെ ബലൂൺ ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊരു #ടാഗ് പണിയണം. #ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ. ആദ്യം നമ്മൾ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് എടുക്കുക. ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഹാഷിൻ്റെ സിമ്പിളിൽ 1 2 ഇപ്പം താഴെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കൂടെ ഒട്ടിക്കാൻ പോകണേ. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കണ്ടോ, ഈ ഒരു പേന ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പേന എടുക്കുക, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കി ഒന്ന് കുത്തി കൊടുക്കുക. ഒറ്റ കുത്ത്. വെള്ളം ചാടുന്ന ചേട്ടൻ കണ്ടോ, അടിപൊളിയല്ലേ. അതിൻ്റെ ഫ്ലോ എന്ന് നോക്കിയേ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രോസൻ എഫക്റ്റ് ആണ് അല്ലേ. ഇപ്പം ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂണിൽ വെള്ളത്തിൻ്റെ പ്രഷറെല്ലാം ഇങ്ങനെ വന്നു നിന്നിട്ട് ഇത് കറക്റ്റ് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചേക്കുക. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി അതേ സ്പീഡിലാണ് നമ്മുടെ വെള്ളം പുറത്തേക്ക് ചാടിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാമിനർ ഫ്ലോ. മച്ചന്മാരെ, ഇപ്പം നമ്മുടെ ലാമിനർ ഫ്ലോ നമ്മൾ 4 ബലൂൺ വെച്ചൊന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിനായിട്ട് ഈ 4 ബലൂണിലേക്കും ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ 4 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കളർ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് കെട്ടി സെറ്റപ്പ് ആക്കി ഒന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, മച്ചാന്മാരെ, അപ്പം നമ്മുടെ 4 ബലൂണും കളറൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ #ഒക്കെ അപ്ലൈ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാവേ. അപ്പോൾ അതേ ഞാൻ ചെയ്യാൻ പോകണം. നോക്കിയോ, എന്തോ ആകുമെന്നൊരു പിടുത്തമില്ല. അടിപൊളി. ഇവിടെ സെറ്റാണല്ലേ, അടിപൊളി. എൻ്റെ ഫ്ലോ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതെല്ലാം 4 കൂടെ ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കുക. അപ്പം നമ്മുടെ ലാമിനർ ഫ്ലോ വേറൊരു ലെവലിൽ കൊണ്ടുവരാൻ നോക്കിയതാണ് കേട്ടോ.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബലൂണിൽ 3 ഹാഷ്ടാഗ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ ഇതിനായിട്ട് ചെയ്തുണ്ടോ, നമ്മുടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ ബലൂൺ എടുത്ത് വെച്ചു, കണ്ടോ? 1 2 3 കണ്ടോ? അപ്പോൾ ഈ 3 ഹോളിലേക്കും ഇതേ ഞാൻ കുത്താൻ പോവാണ്. നോക്കൂ. വാവ്, അടിപൊളി. കറക്റ്റ് ഫ്രോസൺ കണക്കാണ് പോകുന്നല്ലേ? നോക്കി, ഒരു രക്ഷയില്ല. ഓ, ഈ 3 ഹോൾ ഇട്ടത് കാരണം പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. കുഴപ്പമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത നമ്മുടെ ഈ ലാമിനർ ഫ്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.